പിന്നിലെ പിളർപ്പ് പാർട്ടിയുടെ ഗൾഫ് കമ്മിറ്റികളിൽ പ്രകടമായി തുടങ്ങി. സൗദിയിൽ ഇരുവിഭാഗവും കൺവെൻഷൻ വിളിച്ച് പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ വിദേശ ഘടകമായ IMCCയുടെ സൗദിയിലെ കമ്മിറ്റികൾ INL പിളർപ്പിനോടനുബന്ധിച്ച് പിരിച്ചുവിട്ടിരുന്നു. INL സെക്യുലർ വിഭാഗത്തെ അനുകൂലിക്കുന്നവർ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ വിളിച്ച് പുതിയ പ്രവിശ്യ കമ്മിറ്റികൾ രൂപീകരിച്ചു. ജിദ്ദയിലെ കൺവെൻഷനിൽ നേരത്തെയുണ്ടായിരുന്ന കൌൺസിലർമാരിൽ ഭൂരിഭാഗം പേരും പങ്കെടുത്തതായി IMCC നാഷണൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് കുഞ്ഞാവുട്ടി എ ഖാദർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. IMCCയുടെ 60 കൌൺസിലർമാരിൽ 48 പേർ ഇന്നിവിടെ സന്നദ്ധരാകുകയായി. ചില അസൗകര്യങ്ങൾ കാരണം, അനാരോഗ്യവും കാരണവും മറ്റു ചിലർ എത്തിപ്പെടാൻ സാധിക്കാത്തതിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വിളിക്കുകയുണ്ടായി. എന്നാൽ PMA സലാം വിഭാഗം ഈ അവകാശവാദം തള്ളിക്കളഞ്ഞു. പാർട്ടി പ്രവർത്തകരിൽ ഭൂരിഭാഗവും തങ്ങളോടൊപ്പമാണെന്നും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ IMCCയുടെ പ്രവിശ്യ കമ്മിറ്റികൾ ഉടൻ നിലവിൽ വരുമെന്നും മറുവിഭാഗം നേതാവും PMA സലാമിന്റെ സഹോദരനുമായ PMA ജലീൽ പറഞ്ഞു. ഇവിടെ IMCCനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 60 അംഗ ജനറൽ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വേദി ഇല്ല. പാർട്ടിയുമായി യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഇത്തരം ആളുകളെ വിളിച്ചുകൂട്ടി ഈ പാർട്ടിയെ സ്ഥിരമായ ലീഗ് വിരോധമുള്ള INLന് പുറത്തുള്ള ആളുകളെ വിളിച്ചുകൂട്ടി ഇത് IMCC കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് തികച്ചും ലജ്ജാവ. ഏറെക്കാലമായി സംഘടനയിൽ നിന്ന് വിട്ടുനിന്നവർ ഈ പിളർപ്പിനെ തുടർന്ന് IMCCയിൽ സജീവമാവുകയും ഇതുവരെ സജീവമായിരുന്ന ചിലർ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.